അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഗൾഫിലേക്ക് പോകുന്നതിന് മുന്നേ ഉള്ള കുറച്ച് ഒരുക്കങ്ങളും കാര്യങ്ങളെല്ലാം ആയിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുനോക്കുക. വീഡിയോയിലേക്ക് പോകും മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ ആദ്യം തന്നെ മുളകും മല്ലിയെല്ലാം പൊടിക്കാനിടലാന്ന് കേട്ടോ. ഞാനിങ്ങനെ പാക്കറ്റ് മുളകും മല്ലിയെല്ലാം വാങ്ങിയിട്ട് ഒന്ന് കഴുകിയിട്ട് അങ്ങനെ പൊടിപ്പിക്കലാണ്. അപ്പോൾ ഇതാ മല്ലി എടുത്തിട്ടുണ്ട്. മല്ലിയിൽ നല്ലോണം കച്ചറ ഉണ്ടാവില്ലേ. അപ്പോൾ ഇതാ ഞാൻ മല്ലി നല്ലോണം കഴുകിയിട്ട് ഉണക്കാനിട്ടിട്ടുണ്ട്. ഇനിയിപ്പം മുളകും കൂടി കഴുകിയിട്ട് ഉണക്കാനിടണം. പിന്നെ ഇങ്ങനെ എന്തെങ്കിലും ഉണക്കാനിടണമെന്ന് വിചാരിച്ച ദിവസം വെയിലുണ്ടാവില്ല, മഴക്കാറായിരിക്കും ഉണ്ടാവുക. അന്നത്തെ ദിവസത്തിൽ കുറച്ച് മഴയൊന്നും പെയ്തിട്ടില്ല, എന്നാലും മഴക്കാറുണ്ടായിട്ടുണ്ടായിന്. അതുകൊണ്ട് വെയിൽ അത്ര ഉണ്ടായിട്ടില്ല. പിറ്റേ ദിവസം കൂടി ഒന്ന് ഉണക്കി എടുത്തിട്ടുണ്ടായിന് ഞാൻ. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ, കറിവേപ്പില തഴച്ച് വളരാനുള്ള ടിപ്സ് ഞാൻ പറഞ്ഞുതരാമെന്ന്. ഞാൻ എൻ്റെ വീട്ടിൽ കൂടുതലുള്ള ടൈമിൽ വീട് കുടിയിലൂടെ 3 കറിവേപ്പില തൈ നട്ടിട്ടുണ്ടായിരുന്നു. കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കറിവേപ്പില, വലിയ മരമായിട്ടെല്ലാം കാണാൻ വേണ്ടിയിട്ട്. അപ്പം കറിവേപ്പില തൈ നട്ടപാടെ തന്നെ ഞാൻ കറിക്കെല്ലാം വേണ്ടിക്ക് അധികവും അതിൽ തന്നെ 3 തൈ തന്നെ പറിക്കും. പക്ഷെ 2 വർഷം കഴിഞ്ഞിട്ടും കറിവേപ്പില തൈക്ക് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. സെയിം ഒന്നും കുറച്ച് പോലും വളർന്നിട്ടില്ല. സെയിം അതേ ഹൈറ്റിൽ തന്നെയാണ് ഉണ്ടായിട്ടുണ്ടായിന്. എന്നിട്ട് ഒരു ദിവസം എന്നോട് ഒരാൾ പറഞ്ഞ് കറിവേപ്പില തൈ നട്ട് കഴിഞ്ഞാൽ 2 വർഷത്തേക്ക് അത് തൊടാൻ പാടില്ല. പിന്നെ വേറൊരു വീട്ടിലേക്ക് പോയാലും അവരെന്നോട് പറഞ്ഞ് കറിവേപ്പില തൈ നമ്മളെപ്പോഴും കട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കണമെന്ന് നട്ട് കഴിഞ്ഞാൽ. അപ്പം എൻ്റെ കയ്യിലില്ലേ 3 കറിവേപ്പില തൈയിലില്ലേ കറിവേപ്പില തൈയില്ലേ. അപ്പം ഞാൻ 2 എണ്ണത്തിൽ പരീക്ഷണം നടത്തി. ഒന്ന് ഞാൻ തൊടാണ്ടിങ്ങനെ വെച്ച് ഒരില പോലും ഞാൻ ഇതിൽ നിന്ന് പറിച്ചിട്ടില്ല കേട്ടോ. സെയിം 3 എണ്ണത്തിന് ഒരേ പ്രായമാണ്. ഇതിൽ നിന്ന് ഒരു ഇല പോലും ഞാൻ പറിക്കാണ്ട് അങ്ങനെ വെച്ച്. പിന്നെ 2ാമത്തെ കറിവേപ്പില തൈന്ന് ഞാനിങ്ങനെ മറ്റവർ പറഞ്ഞ പോലെ കട്ടാക്കിയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ കറിവേപ്പില തൈ 2 വർഷത്തേക്കല്ല, ഒരു 6 മാസത്തേക്കെങ്കിലും നമ്മൾ തൊടാണ്ട് നിന്ന് കഴിഞ്ഞാൽ നല്ല മരം പോലെ വളരുമെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. അപ്പോൾ നമ്മൾ കറിവേപ്പില തൈ പെട്ടെന്ന് വളരാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ്, നമ്മൾ കറിവേപ്പില തൈ നട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ഒരു ഇല പോലും പറിക്കാൻ പാടില്ല 2 വർഷത്തേക്ക്. ഞാനിപ്പം 2 വർഷമൊന്നുമല്ല, ഒരു 6 മാസം ഞാൻ പറിച്ചിട്ടില്ല, പക്ഷേ പെട്ടെന്ന് വളർന്നിട്ടുണ്ടായിന്. പിന്നെ മറ്റേ ചെറുത് ഞാൻ കാണിച്ചിട്ടില്ലേ, അതിൽ ഞാൻ കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്തിട്ട് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ ഞാനിപ്പം കുറേ നാളായി കട്ട് ചെയ്യാത്ത, അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ചെങ്കിലും വളർന്നിട്ടുള്ളത്. അപ്പം അതൊരു നല്ല ടിപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായി. ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടായിന് കറിവേപ്പില തൈ വളരാൻ വേണ്ടിക്ക്. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായ കറിവേപ്പില തൈ നട്ട് കഴിഞ്ഞാൽ പിന്നെ 2 വർഷത്തേക്ക് അതിൻ്റെ ഒരില പോലും പറിക്കാൻ പാടില്ലാന്ന്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ കറിവേപ്പില തൈ മരമായിട്ടെല്ലാം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, വലിയ മരം പോലെല്ലാം ആണോന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിലൊന്നും ഒരില പോലും പറിക്കാണ്ടിരിക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് നല്ലോണം വളർന്നു കഴിഞ്ഞാൽ കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങുക. ഒന്ന് കട്ട് ചെയ്തിട്ട് വേണം കേട്ടോ യൂസ് ചെയ്യാൻ വേണ്ടിക്ക്. അതിൽ നിന്ന് ലീഫ് മാത്രം പറിച്ചെടുക്കാൻ പാടില്ല അങ്ങനെ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ബോഗൻവില്ല, ഇതുപോലെ തന്നെയാണ് ബോഗൻവില്ല നട്ടിട്ട് എനിക്ക് ഒരു പൂവും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഈ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിന്. പിന്നെ ഞാനൊരു വീഡിയോയിൽ കണ്ടേ ബോഗൻവില്ല നട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വളരുന്ന കമ്പുകളുണ്ടാവില്ലേ, അത് വെട്ടിക്കളയാണ്ട് ഇങ്ങനെ വളച്ചിട്ട് ആ ഒരു ചെടിയിൽ തന്നെ ഒന്ന് ഇപ്പം ആ ഒരു ചെടിയിൽ മുള്ളുണ്ടാവില്ലേ, അതിലൊന്ന് കൊളുത്തി കഴിഞ്ഞാൽ നമ്മൾ ആ
വളച്ച ഭാഗത്തുനിന്ന് ഫ്ലവേഴ്സ് വരും നല്ല വെയിലെല്ലാം കൊണ്ടിട്ട്. അപ്പോൾ അത് ബോഗൺവില്ല അങ്ങനെ ചെയ്ത് തരാൻ എനിക്ക് കുറേ ഫ്ലവേഴ്സ് ഉണ്ടായിന് കേട്ടോ. ഇപ്പം ഞാനങ്ങനെ ചെയ്യലില്ല, പക്ഷെ അതിൽ നല്ല ഫ്ലവേഴ്സ് ഉണ്ടായിന്. ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്, മഴയെല്ലാം പെയ്തിട്ടുണ്ടായിന്. അപ്പം ബോഗൺവില്ലയ്ക്ക് നല്ല വെയിൽ വേണം, അധികം വെള്ളം വേണ്ട, ചോട്ടിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട, ആഴ്ചയിൽ ഒരിക്കലും വെള്ളം മതി. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാലും ബോഗൺവില്ലയിലും നല്ല ഫ്ലവേഴ്സ് ഉണ്ടായിന്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇങ്ങനെ നമ്മൾ എന്താ പറയുക പരീക്ഷിച്ചിട്ട്. ഒരാൾ പറയുമ്പോൾ അതുപോലെ ചെയ്യുമ്പോൾ ഓരോന്ന് ഫ്ലോപ്പാവും, ചില ആൾ പറയുന്നത് അതുപോലെ ചെയ്തതിനാൽ അത് ശരിയാലും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും എനിക്ക് നല്ലോണം ശരിയായ കാര്യങ്ങളായതുകൊണ്ട്, സക്സസ് ആയ കാര്യങ്ങളായതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ആക്കിയതാണ് കേട്ടോ. അപ്പം നല്ല ഭംഗിയില്ലേ ഈ ഒരു എന്താ പറയുക യെല്ലോ കളറിലുള്ള ബോഗൺവില്ല കാണാൻ വേണ്ടിക്ക്. അതിൽ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടായിന്, ഇപ്പം കുറഞ്ഞതാണ്. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു ഊഞ്ഞാൽ ആരും അങ്ങനെ യൂസ് ചെയ്യലില്ല. ഞാൻ വിചാരിച്ചു അതിങ്ങനെ ബോഗൺവില്ലൻ്റെ ആ ഒരു തണ്ടും എന്താ പറയുക കമ്പില്ലേ നല്ലോണം വളർന്നേരം ഞാനിതിൽ ഇങ്ങനെ ചുറ്റിച്ചെടുത്തതാണ് കേട്ടോ. ആ ഒരു റോസ് കണ്ടില്ലേ, ഇതിപ്പം ഇതും വളർന്നുകൊണ്ട് പിന്നെ ഇതും ഇതുപോലെ തന്നെ ചുറ്റിച്ചെടുത്തതിനാൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ബോഗൺവില്ല ഇങ്ങനെ പടർന്നിട്ട് കാണാൻ നല്ല ഭംഗിയല്ലേ. അപ്പോൾ ഇതാ അതും ഞാൻ അതുപോലെ ചുറ്റിച്ചെടുക്കലാണ്. ഇതിപ്പം രാവിലെയാണ് കേട്ടോ. രാവിലെ ഇങ്ങനെ ചെടിക്കെല്ലാം വെള്ളം ഒഴിക്കാൻ ഇറങ്ങിയാലും അങ്ങനെ ചെയ്തതാണ്. ഇപ്പം നമ്മൾ വീട്ടിൽ കിണറ്റിലെല്ലാം നല്ലോണം വെള്ളം വറ്റി. അപ്പോൾ അധികവും ചെടിക്കൊന്നും വെള്ളം ഒഴിക്കാത്തതുകൊണ്ട് തന്നെ ഗാർഡനെല്ലാം നല്ലോണം മോശമായിട്ടുണ്ട്, ഗ്രാസെല്ലാം നല്ലോണം മോശമായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വന്നതാണ്. പിന്നിൽ ആ ഒരു മുളക് ഉണക്കിയതിൽ വേറൊരു ദിവസം എടുത്തതാണ് കേട്ടോ. ഇത് വേറെ നമ്മൾ പോകുന്നതിൻ്റെ തലേ ദിവസം എടുത്ത വീഡിയോ ആണ്. ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് ബ്രെഡും ചീസും പിന്നെ കോൺഫ്ലാക്സും ആണ്. കാര്യം എനിക്ക് ഒരുപാട് പണികളുണ്ട്, അതുകൊണ്ട് തന്നെ കബോർഡ് ഒരുക്കണം, ഫ്രിഡ്ജ് ഒരുക്കണം. പോകുന്നതിന് മുമ്പേ എല്ലാം ക്ലീനാക്കി വെച്ചിട്ടില്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ എല്ലാം പൊടി ഉണ്ടാവും, എന്നാലും എല്ലാം സെറ്റായിട്ട് തന്നെ ഉണ്ടാവുമല്ലോ. കബോർഡെല്ലാം ഓർഗനൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, അല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജ് ആവശ്യമില്ലാത്തതെല്ലാം കളഞ്ഞ് ക്ലീനാക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നീറ്റായിട്ട് ഉണ്ടാവും. പിന്നെ തുടക്കി അടിക്കല്ലേ വേണ്ടോയെന്ന് വിചാരിച്ചിട്ട് അതെല്ലാം ഞാൻ ക്ലീനാക്കിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ അധികം പോകുന്ന ടൈം എനിക്ക് കമൻറ്റ് വരും, വീടെല്ലാം ക്ലീൻ ആക്കുന്നതും ഫ്രിഡ്ജ് എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത് എല്ലാം വീഡിയോ ഷൂട്ട് ചെയ്തുകൂടെ ഇർഫാനാണ്. പക്ഷെ എനിക്ക് അധികം ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യാത്തതാണ് കേട്ടോ. പക്ഷെ ഇന്ന് ഞാൻ വിചാരിച്ചു അതെല്ലാം വീഡിയോ നിങ്ങൾക്ക് ഷെയർ ആക്കാമെന്ന്. ഞാനിപ്പോൾ ഇതാ അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് സിമ്പിളായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ബ്രെഡും ഉണ്ട്, പിന്നെ ചീസ് തീരാറായി. അപ്പോൾ അത് ഒന്ന് തീർക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതും കൂടി കഴിക്കാം. എന്താ പറയുക, അതാണ് കേട്ടോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത്. പിന്നെ പോകുന്നതിന് മുമ്പേ ഞാൻ എല്ലാം എന്താ പറയുക നേരത്തെ പറഞ്ഞ പോലെ കബോർഡും ഫ്രിഡ്ജും പിന്നെ പാത്രങ്ങളെല്ലാം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ അലങ്കോലമായിട്ട് വെക്കൂലേ, അതിലൊന്ന് തുടച്ച് നീറ്റായിട്ട് സെറ്റാക്കിയിട്ട് വെക്കും കേട്ടോ. പിന്നെന്താ എന്താ പറയുക പടം മാറ്റ് ഉണ്ടാവില്ലേ, ഞാനൊരു വീഡിയോയിൽ പടം എന്ന് പറഞ്ഞിട്ട് മാറ്റിനാണോ പടം എന്ന് അറിയുന്നതെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് കണ്ടിട്ടുണ്ടായിന്. നമ്മൾ പടം എന്ന് പറഞ്ഞിട്ട് പറയൽ മാറ്റെല്ലാം ഉണ്ടാവില്ലേ, അതെല്ലാം അലക്കിയിട്ട് ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ല വൃത്തിക്കൊന്ന് മടക്കി വെക്കും. പിന്നെ നമ്മൾ കൗണ്ടർ ടോപ്പെല്ലാം തുടക്കുന്ന ആ ഒരു തുണികളും കാര്യങ്ങളും അതും അലക്കിയിട്ട് മടക്കി വെക്കും. എന്നാൽ കബോർഡും കാര്യങ്ങളും എല്ലാം നല്ല നീറ്റായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ലൊരാശ്വാസമായിരിക്കും കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പോകുന്നതെന്ന് വിചാരിച്ചിട്ട് എല്ലാം വലിച്ചു വാരിയിട്ടിട്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് തന്നെ ആയിരിക്കില്ലേ പണി ഉണ്ടാവാം. അപ്പം ഞാനിങ്ങനെ ഓരോ ദിവസമായിട്ട് അങ്ങനെ ഓരോന്ന് ഒരുക്കി വെക്കും. പിന്നെ ഇന്ന് കുറച്ചധികം ഉണ്ട്, കുറേ അലക്കാനുണ്ട്, അപ്പം അതെല്ലാം അലക്കി തീർക്കാനുണ്ട്. പിന്നെന്താ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മളെല്ലാവരും കൂടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലാണ്.
പിന്നെന്താ ഞാൻ ചൂടില്ല പാലാന്ന് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിയാണ് അങ്ങനെ കഴിക്കാൻ വേണ്ടിക്ക്. ഇനിയിപ്പോൾ ഇതാ മുളകെല്ലാം ഉണങ്ങിയിട്ടുണ്ട്. പിറ്റേ ദിവസം ഞാൻ ഒന്ന് ഉണക്കാനിട്ടതല്ലേ, ഇപ്പം ഞാൻ ഒന്നുകൂടി ഉണക്കാനിട്ടിട്ടുണ്ടായിന്. അപ്പോൾ നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം ഇത് പൊടിക്കാൻ കൊണ്ട് പോകണം. പിന്നെ മഞ്ഞളും കൂടി ആ ഒരു ബക്കറ്റിൽ തന്നെ, ഇതിപ്പം ബക്കറ്റ് എന്ന് പറഞ്ഞാലും പൊടിക്കുമ്പം കുറഞ്ഞിട്ടല്ലേ ഉണ്ടാവുക. അപ്പോൾ അതും കൂടി പൊടിക്കാൻ അങ്ങനെ കൊണ്ടുപോക്കാൻ നിൽക്കുക. ആ ഒരു ടൈമിൽ ഞാൻ അലക്കാനില്ലതെല്ലാം അലക്കാനിട്ടിട്ടുണ്ടായിന്. എന്നിട്ട് ഒന്ന് ആറിയിടലാണ് കേട്ടോ. പിന്നെ ഇവിടെ കോട്ടയാടിൽ രാവിലെയും വൈകുന്നേരം എല്ലാം പക്ഷികൾ വരുത്തുന്നുണ്ട് കേട്ടോ. ഇപ്പം ഈ ഒരു ചെടികളെല്ലാം കണ്ടിട്ടാന്ന് തോന്നുന്നു അധികം പക്ഷികൾ വന്നിട്ട് കൂട് കൂട്ടാനുള്ള സ്ഥലമെല്ലാം നോക്കലാന്ന് ഞാൻ വീഡിയോൻ്റെ ഫസ്റ്റ് കാണിച്ചിട്ടില്ലേ. പിന്നെ ഇവിടെ ഈ ഒരു കോട്ടയാടിൽ മഴ പെയ്യുന്നത് കാണാൻ ആഗ്രഹമുണ്ട്, മഴ പെയ്യുമ്പോൾ വീഡിയോ എടുക്കണം ഫാനാന്ന് പറഞ്ഞിട്ട് കുറേ ആൾ എന്നോട് മെസ്സേജെല്ലാം അയച്ചിട്ടുണ്ടായിന്. ഇൻഷാ അല്ലാ എന്താ പറയുക പറ്റുകയാണെങ്കിൽ ഞാൻ എടുക്കാം കേട്ടോ. ഭയങ്കര ഭംഗിയൊന്നും ഉണ്ടായാലൊന്നുമില്ല മഴ പെയ്യുന്ന ടൈമിൽ. കാര്യം കുറേ പൊടികളും കാര്യങ്ങളും വീകും, മോശമാവും, നമുക്ക് ക്ലീനാക്കാൻ പ്രയാസമായിരിക്കും. ഈ തെങ്ങിൻ്റെ ആ ഒരു പൂക്കോലയും കാര്യങ്ങളെല്ലാം ഉണ്ടാവില്ലേ, പൂവും കാര്യങ്ങളെല്ലാം അതെല്ലാം വീകും. അങ്ങനെ ഒരുപാട് വേസ്റ്റും കാര്യങ്ങളും വീകും കേട്ടോ. അപ്പം മഴക്കാലത്ത് ഈ ഒരു ഭാഗം ക്ലീനാക്കാൻ ഇറങ്ങാനും എനിക്കൊരു മടിയായിട്ടാണ് തോന്നൽ. കുറേ ആ ഒരു പ്രാണികളുണ്ടാവില്ലേ, ചിറകളോ എന്താ പറയുക ചിറകലില്ല ഒരു ഉറുമ്പെല്ലാം ഉണ്ടാവില്ലേ, മഴക്കുണ്ടാകുന്ന മഴപ്പാറ്റാന്നോ നമ്മൾ പറയൽ, നിങ്ങളെന്താ പറയലെന്ന് എനിക്കറിയില്ല. ആ ഒരു സംഭവമെല്ലാം ഇങ്ങനെ കുറേ വീണിട്ടിങ്ങനെ ആ ഒരു ഗ്ലാസും കാര്യങ്ങളെല്ലാം വൃത്തിയാക്കാൻ ഭയങ്കര പണിയായിരിക്കും. അപ്പം എന്നോട് അധികം കുറേ ആൾക്കാർ ഈ ഒരു കോട്ടയാട് കണ്ടിട്ട് അതുപോലെ സെയിം വെച്ചിട്ടുണ്ടായിനി. കുറേ ആളത് നല്ലതോന്ന് എന്നോട് ചോദിക്കലുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര നല്ലതായിട്ടൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ വീട്ടിനുള്ളിൽ നല്ല വെളിച്ചുണ്ടാവും, അത്ര തന്നെയാണ്. ഞാൻ മഴക്കാലത്തെല്ലാം നല്ല പ്രയാസം തന്നെയായിരിക്കും, ക്ലീനിങ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിനി മഴക്കാലം വരുമ്പോൾ. ഇനിയിപ്പിതാ ഞാൻ ഉണങ്ങിയ ഡ്രസ്സെല്ലാം ഉണ്ടാവില്ലേ അതെല്ലാം മടക്കിയെടുക്കലാണ്, മടക്കിയിട്ടൊന്ന് സെറ്റാക്കി എടുക്കലാണ്. പിന്നെ കണ്ടത് ഞാൻ എപ്പോഴും ഇങ്ങനെ മടക്കിയിട്ട് സെറ്റാക്കിയിട്ട് വെക്കും, എന്നാലേക്ക് ഒന്ന് എടുക്കുന്ന ടൈമിൽ ബാക്കി താലുള്ള ഇതെല്ലാം ഒന്ന് ചുളിനെ ഒന്ന് വലിച്ചു വാരി ഇട്ട അവസ്ഥയിലായിരിക്കും. ഒന്നെടുക്കാൻ വേണ്ടിക്ക് 2-3 ബനിയാനിങ്ങനെ നിർത്തി നോക്കൂ, എന്നിട്ട് അത് മടക്കി വെക്കും. എന്നിട്ട് മൊത്തത്തിൽ ആ ഒരു ക്ലീനാക്കിയ ദിവസം തന്നെ അങ്ങനെ ചെയ്യും. എന്നാലും ഞാനൊരിക്കൽ പറയും ഇതാ മറ്റേ അനങ്ങിയെങ്കിലെന്ന്, എന്നാലും അനങ്ങും. അങ്ങനെ എന്താ പറയുക, നമുക്കിങ്ങനെ കഷ്ടപ്പെട്ട് എല്ലാം സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ അതുപോലെ കാണണമെന്നുണ്ടാവില്ലേ, 2 ദിവസം പോലും അങ്ങനെ ഉണ്ടാവില്ല. എന്നാലും ഞാനങ്ങനെ മടക്കി വെക്കലുണ്ട് കേട്ടോ. ഒരു സമാധാനം ഇങ്ങനെ മടക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അന്നുള്ള ഡ്രസ്സുകൾ അന്നു മടക്കിയെടുത്ത് കഴിഞ്ഞാൽ കുന്നുകൂടില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോകുന്ന ടൈമിലെല്ലാം വലിച്ചു വാരി ഇട്ടിട്ട് ഭയങ്കര ഒരു സ്ട്രെസ്സായിട്ട് എനിക്ക് തോന്നലുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത് തന്നെയാണ്, ചെയ്യാത്തവർ ചെയ്ത് നോക്കുക കേട്ടോ. കുറച്ചല്ലേ ഉണ്ടാവും അന്നു മടക്കാൻ, ഒരു 5 മിനിറ്റ് പോലും വേണ്ട നമുക്ക് മടക്കിയെടുക്കാൻ വേണ്ടിക്ക്. പിന്നെ അയൺ ചെയ്യാനുള്ളതെല്ലാം അങ്ങനെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ എല്ലാം സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. എന്നാലും ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നാളെ തന്നെ ഒരു പാൻറ് എടുക്കുന്നെങ്കിൽ 3 പാൻറ് നിർത്തി നോക്കിയിട്ടാണ് ഒരു പാൻറ് എടുക്കുക. എല്ലാവരും ഹസ്ബൻഡ് അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതാ അതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ കബോർഡും ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ കബോർഡ് അങ്ങനെ വലിച്ചു വാരി ഇടില്ല. ഞാനൊന്ന് എടുക്കുമ്പം ബാക്കിയുള്ളതെല്ലാം ഒന്ന് പിടിച്ചിട്ട് ആ ഒന്ന് മാത്രം അങ്ങനെ വലിച്ചെടുക്കലാണ്. അതുകൊണ്ട് അങ്ങനെ മോശമായിട്ട് മാറലില്ല. ഇനിയിപ്പോൾ ഇതാ നമ്മളില്ലേ ഉമ്മാൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഉമ്മാൻ്റെ വീട് എന്ന് പറയുമ്പോൾ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഒരുപാട് മാങ്ങൻ്റെ മരമുണ്ട് കേട്ടോ. ഒരുപാട് തരത്തിലുള്ള മാങ്ങ ഉണ്ട്. അൽഫോൺസ് ഉണ്ട്, പിന്നെന്താ വേറെ ഒന്നും എനിക്ക് പേരറിയില്ല. നല്ല ടേസ്റ്റുള്ള ഒരു മാങ്ങയുണ്ട്, ഇളം പച്ച കളറായിട്ട്.
അതാണ് നിങ്ങൾക്ക് മെയിനായിട്ട് പറിക്കേണ്ടത്. നല്ല ടേസ്റ്റാണ് ഉപ്പും മുളകെല്ലാം കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിക്ക്. പിന്നെ ഈ ഒരു അൽഫോൺസെല്ലാം പച്ചയായിട്ട് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല, കാരണം ഭയങ്കര പുളിയായിരിക്കും. ഇതെല്ലാം പഴുത്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാ മാങ്ങ എല്ലാ മരത്തൊന്നും അങ്ങനെ മാങ്ങ പറിക്കുന്നുണ്ട്, ഒരുപാട് മാങ്ങ ഉണ്ടാവും കേട്ടോ. പിന്നെ എൻ്റെ വീട്ടിൽ 2 മാവുണ്ട്. ഇതുവരെ മൂത്തിട്ടൊന്നുമില്ല. ഇന്ന് കാറിന് പോയിട്ട് വന്നിട്ടെല്ലാം പറിക്കുക അപ്പോഴേക്കും ആവുമെന്ന് പറഞ്ഞിട്ട് അതൊന്നും പറിച്ചിട്ടുണ്ടായിട്ടില്ല കേട്ടോ. ഇൻഷാ അല്ലാഹ് പറിക്കുന്ന ടൈം ഞാൻ വീഡിയോയിൽ എടുക്കാം. അപ്പോൾ ഇതാ എന്താ പറയുക, മാങ്ങെല്ലാം പറിച്ചിട്ട് പിന്നെ നമ്മൾ ബേക്കറിയിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടെങ്കിൽ. നമ്മുടെ നാട്ടിൽ തന്നെ ഒരു അടിപൊളി ബേക്കറി ഉണ്ട്. ഉണ്ണിയപ്പം, പിന്നെ മണ്ട, അങ്ങനത്തെ പഴയ കാലത്തുള്ള എല്ലാ ഐറ്റംസും കിട്ടുന്നത് നല്ല ചൂടോടെ തന്നെ കിട്ടും കേട്ടോ. ഫ്രഷ് ആയിട്ടില്ല, പെട്ടെന്ന് എന്താ പറയുക ഇന്നലെ ഉണ്ടാക്കിയ ഐറ്റംസ് തന്നെ ഉണ്ടാവും. നമുക്ക് ഗൾഫിലേക്ക് കൊണ്ടുപോകാൻ വീട്ടിൽ നിന്ന് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ തന്നെ എല്ലാം നല്ല പുതിയതായിട്ട് ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ അവിടത്തേക്ക് വന്നതാണ്. പിന്നെ ഈ ഒരു സുരഭി മുറുക്കില്ലേ, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ആരെങ്കിലും വാങ്ങിയിട്ടില്ലെങ്കിൽ വാങ്ങി നോക്ക്. നല്ല ഒരു ഫ്രഷ് ഓയിൽ ഉണ്ടാക്കിയതാണെന്ന് നമുക്ക് മനസ്സിലാവും. ചില മുറുക്ക് അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സ്നാക്ക് പുട്ടുന്ന ഐറ്റംസ് എല്ലാം കഴിക്കുമ്പം ഓയിലിൻ്റെ ഒരു പഴയ ഓയിലിൻ്റെ ഒരു സ്മെല്ലുണ്ടാവില്ലേ, അതെനിക്ക് വേഗം മനസ്സിലാവും കേട്ടോ. പക്ഷേ ഈ ഒരു സുരഭി മുറുക്കിലില്ലേ നമ്മൾ ഫ്രഷ് ഓയിൽ തന്നെ ഉണ്ടാക്കിയെന്നില്ല ഒരു നല്ലൊരു ടേസ്റ്റാണ്. വാങ്ങാത്തവർ വാങ്ങി നോക്കട്ടോ, അടിപൊളിയാണ്. ഞാൻ എപ്പോഴും വാങ്ങുന്നതാണ്. ചായൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ അടിപൊളിയായിരിക്കും. പിന്നെ ഇതാ മൈസാക്കും മൻഹാക്കും വേണ്ട ഐറ്റംസ് അവർ എടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി ഗൾഫിലേക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് ഐറ്റംസ് ഞാനും എടുക്കുന്നുണ്ട് കേട്ടോ. ഗൾഫിലുള്ളവർക്ക് ഇങ്ങനത്തെ ഐറ്റംസിനോടായിരിക്കില്ല കൂടുതൽ ഇഷ്ടം. പിന്നെ ഈ ഒരു മുട്ട കേക്കില്ലേ, ലൊട്ട എന്ന് പറയുന്ന സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താ പറയുക, ലൊട്ടയും കച്ചെല്ലാം കഴിക്കാൻ വേണ്ടിക്ക്. പിന്നെ ഇതാ മണ്ട, എന്താ പറയുക ഉണ്ണിയപ്പം, അങ്ങനത്തെ എല്ലാ ഐറ്റംസും നല്ല ഫ്രഷ് ആയിട്ട് ചൂടോടെ ഇത് പാക്ക് ചെയ്യുമ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഈ ചിലവ് കുറയാനുള്ള ഒരു ടിപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു കേട്ടോ. നമ്മളിപ്പം കുട്ടികളെല്ലാം കൂട്ടിയിട്ട് സൂപ്പർ മാർക്കറ്റിലും ഇങ്ങനെ ബേക്കറിയിലും എല്ലാം പോലെ അങ്ങനെ പോകുന്ന ടൈമിൽ നമ്മളായാലും കുട്ടികളായാലും വീട്ടിൽ നിന്ന് നല്ല വൃത്തിക്ക് ഫുഡെല്ലാം കൊടുത്ത് വയറെല്ലാം നിറച്ചിട്ട് കൂട്ടിയിട്ട് പോയി കഴിഞ്ഞാൽ കൂടുതലായിട്ട് നമുക്കൊന്നും വാങ്ങാൻ തോന്നില്ല. എന്നാലും നമ്മൾ നല്ല വിശന്ന ടൈമാണ് നമ്മൾ ഷോപ്പിൽ സൂപ്പർ മാർക്കറ്റിലെല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബേക്കറിയിലെല്ലാം കയറി കഴിഞ്ഞാലേ കണ്ണി കാണുന്നത് മൊത്തം വാങ്ങാൻ തോന്നും. കാരണം നമുക്ക് വിശപ്പുണ്ടായതുകൊണ്ട് കാണുന്നതെല്ലാം ഇഷ്ടമായിട്ട് തോന്നും. അപ്പം ആ ഒരു നല്ലൊരു ടിപ്പാണ് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തോ. ഫുഡെല്ലാം കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊന്നും എടുക്കാൻ തോന്നില്ല. എനിക്ക് അങ്ങനെ തോന്നലുണ്ട് കേട്ടോ. ചെയ്യാത്തവർ ചെയ്തോക്കാം. പിന്നെ ഈ ഒരു തൊണ്ടക്കോയിൽ ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. തൊണ്ടക്കോയിൽ, ലൊട്ട, തൊണ്ടക്കോയിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ പറയുക എനിക്കറിയില്ല. നമ്മൾ തൊണ്ടക്കോയിൽ എന്നാണ് പറയൽ. ആ ഒരു യെല്ലോ കളർ സാധനമില്ലേ, അത് ഭയങ്കര ഇഷ്ടമാണ് അച്ചാറെല്ലാം കൂട്ടിയിട്ട് തിന്നാൻ വേണ്ടിക്ക്. അപ്പോൾ അതെല്ലാം എടുക്കുന്നുണ്ട്. അതെല്ലാം എനിക്ക് കഴിക്കാൻ വേണ്ടി, എനിക്കും മക്കൾക്കെല്ലാം കഴിക്കാൻ വേണ്ടിക്ക് എടുത്തതാണ് കേട്ടോ. വീട്ടിൽ നിന്ന് കഴിക്കാൻ വേണ്ടിക്ക് എടുത്തതാണ്. ഇനിയിപ്പോൾ ഇത് ആവശ്യമുള്ള എല്ലാ ഐറ്റംസും വാങ്ങിയിട്ട് നമ്മൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിന്. അപ്പോൾ രാത്രി ഫുഡായിട്ട് ഉണ്ടാക്കിയത് ഫ്രിഡ്ജിൽ കുറച്ച് ചിക്കനും ഫ്രഞ്ച് ഫ്രൈസും പാലും ചീസെല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാം കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ റെസിപ്പി ഞാൻ ചെയ്യാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പം അന്നത്തെ ദിവസം രാത്രിത്തെ ഫുഡാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ള പോകുന്ന വിശേഷങ്ങളും കാര്യങ്ങളും പെട്ടി പാക്കിങ്ങും എല്ലാം ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും, ബൈ.